ഈ വീടൊന്ന് പുതുക്കി. ഓ ഗൈസ്, നമ്മുടെ സ്വീറ്റ് വിളിക്കുന്നുണ്ടല്ലോ. നമുക്ക് എന്തായാലും കോളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, ആടാ പറയടാ സ്വീറ്റ്. അത് മനസ്സിലായി, അതുകൊണ്ടല്ല പറയടാ സ്വീറ്റ് എന്ന് പറഞ്ഞത്. എന്താണ് വിളിച്ചത്, എന്താണ് കാര്യം പറ. നിന്റെ ഗാരേജ് ഒന്ന് നീ തുറന്നോ? എന്റെ ഗാരേജ് എന്തിനാണ് തുറന്നിട്ട് എന്തിനാണ്? ഇതൊക്കെ പറയാ, നീ വേഗം വന്ന് തുറക്ക് നിന്റെ ഗാരേജ്. ഓക്കെ ശരി, ഞാൻ തുറക്കാം. നമ്മുടെ സ്വീറ്റ് വിളിച്ചിട്ട് നമ്മുടെ ഗാരേജ് ഒക്കെ ഒന്ന് തുറന്നു നോക്കാൻ പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയില്ല ഗൈസ്, നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. എടാ സ്വീറ്റ്, നീ എന്താണ് ഇവിടെ? അല്ല, നിനക്ക് എങ്ങനെ ഈ ഒരു ഗാരേജിന്റെ ഉള്ളിൽ കയറാൻ പറ്റി? ഞാൻ ആരാണെന്ന നിന്റെ വിചാരം? നീ ഒരു പൊട്ടനാണെന്നാണ് എന്റെ വിചാരം. അതെന്താണ് അങ്ങനെ ഒരു ഡോക്ക്? ഇത് ആരാ കാറാടാ? ഇത് കിടിലും കാറല്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് എന്റെ കാറാണ്. ബട്ട് എനിക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഗ്യാരേജിനുള്ളിൽ ഒളിഞ്ഞു കയറിയത്. ഈ കാറാ എനിക്കാ? നിനക്കല്ലെങ്കിൽ പിന്നെ നിന്റെ ഗ്യാരേജിന്റെ ഉള്ളിൽ ഞാൻ കയറി നിൽക്കൂ. പോടാ, എനിക്ക് ഈ കാറ്. എന്റെ മോനെ, ഈ സീന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മുടെ ബിഗ് സ്മോക്ക് കാർ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മുടെ സ്വീറ്റ് ഇങ്ങനത്തെ ഒരു കാർ എനിക്ക് ഗിഫ്റ്റ് തന്നത്. എന്തായാലും താങ്ക് യൂടെ സ്വീറ്റ്, എത്രയും നല്ല ഗിഫ്റ്റ് തന്നതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. അമ്മയൊന്നും പറയണ്ട, ഇതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ എനിക്കാരും ബിഗ് സ്മോക്കിനാരും നീ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ പേരിലാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റുകളൊക്കെ തന്നത്. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോന്നാ? വീട്ടിലും കാറ് മുത്തേ, ഒന്നും പറയാനില്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയുള്ള കേസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.